ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം പൂണ്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതൊരു മലയാളി കടയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരെന്തോ ഇവിടെ എഴുതി കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങി. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ചെയ്യാനുള്ള കാരണം വരും ഒരു സംഭവം കാണിച്ചു. അങ്ങനെ എടുത്തിട്ടുള്ള വെള്ളുള്ളി ഇത് ക്ലിയർ അല്ലേ? ഈ സാധനത്തിന് വെള്ളുള്ളി, നമ്മുടെ വെള്ളുള്ളിക്ക് തമിഴിൽ പൂണ്ടെന്നാണ് പറയുക. ഇത് ഇൻ്റർനാഷണൽ ലെവലിലും ഇന്ത്യയിലും ഗ്രേഡ് കൂടിയിട്ടുള്ള പൂണ്ട്. ആ ഗ്രേഡ് കൂടിയ പൂണ്ടുള്ള സ്ഥലത്തിനായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൂണ്ടി എന്ന പേര് വരാൻ. അപ്പോൾ ഇതാണ് അതിലെ ഫ്രഷ് സാധനം അല്ലേ? കറക്റ്റല്ലേ? ഏട്ടനോട് പറയും ബാക്കി. മലയാളി ഏട്ടന്മാർ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതെ. ഇത് ചെയ്യാൻ അവർ പറയുന്ന കാര്യം, ഇത് നമ്മളിപ്പം അടുപ്പൊക്കെ കത്തിക്കുന്നതിന്റെ മുകളിൽ പണ്ട് നമ്മൾ മറ്റേ ഈ കൊടംപുളിയൊക്കെ വെക്കുന്ന രീതിയിൽ ഈ സാധനത്തിനെ കെട്ടിത്തൂക്കി വെച്ചാൽ 1 വർഷമോ 2 വർഷമോ ഉപയോഗിക്കാം. നാടൻ വെള്ളുള്ളി, ഏറ്റവും ഔഷധ ഗുണമുള്ള. അതെ. അപ്പൊ അതാണ് ഇതിന്റെ സംഭവം. ഇവിടെ ഉണ്ട്, കണ്ട ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റ്, ഊട്ടി ക്യാരറ്റാണ്, ഫ്രഷ് ക്യാരറ്റ്. ഇത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും കേട്ടോ. ഓരോ മൂടിനാണ് അതിന്റെ വില വരുന്നത്. ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ. തുടങ്ങി കഴിഞ്ഞാൽ ഇവർ സ്റ്റേ ചെയ്യുന്ന, ഇവിടുത്തെ ആളുകൾ സ്റ്റേ ചെയ്യുന്ന മഡ് ഹൗസ് ഇതാണ്. ഒറിജിനൽ മഡ് ഹൗസ്. ഇങ്ങോട്ട് പോവാ. ഈ മഡ് ഹൗസ് ഒരു ഫാം, ഇതൊരു ചെറിയ ഫാം പോലെയാണ്. ആടുണ്ട്, ഇതുണ്ടോ, മുയലുകളുണ്ട്. മുയലിനെ കാണാം കണ്ടോ? മുയലുകൾ, വെള്ള മുയലൊക്കെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. അതിലേക്കുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പട്ടിക്കുട്ടികൾ അവിടെ നടന്നുണ്ട്. വാ, ഇത് കണ്ടോ? ഇതാണ് ഒറിജിനൽ മഡ് ഹൗസ്. കറക്റ്റ് മഡ് കൊണ്ട്, വെറും മണ്ണ്, നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ആ മഡ് ഹൗസ്. അതിന് കറക്റ്റ്, അത് വൈക്കോലല്ല, പുല്ലാണ്. നമ്മുടെ നാട്ടിൽ വൈക്കോല കൊണ്ടായിട്ട് കെട്ടുന്നത് കറക്റ്റ് പുല്ല്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. ഇവിടെയാണ് പശു, മാട്, കാര്യങ്ങൾ. പക്ഷേ മഡ് ഹൗസ് ആണെങ്കിലും ഇതിൻ്റെ വാതിലൊക്കെ കണ്ടോ, മനുഷ്യത്തായിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കാണിക്കൂ. ഉണ്ടോ? ഏതാ സാധനം നോക്ക്. കറക്റ്റ് ഇങ്ങോട്ട് ഇവിടെ ഒന്ന് എടുത്താൽ അറിയാം. പിച്ചള കെട്ടിയ വാതിലും രാജകീയത വിളിച്ചോറുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല തണുപ്പുമാണ് ഇവിടെ. കണ്ടോ, നദിക്കരയാണ്. ഇതാ പൈക്കളുണ്ട്, അതിനപ്പുറത്ത് സ്ത്രീകൾ അവിടെ തുണി അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം വീണ്ടും പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇതാ സ്ഥലം കണ്ടോളി. മൊത്തം ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ആ കറക്റ്റ് വ്യൂ. കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, പച്ചപ്പ് ഉള്ള പുൽ മൈതാനി പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ. നവി ആ ഒരു ഏരിയ കവർ ചെയ്യൂ. കണ്ടോ, ഇത്രയും സ്ഥലങ്ങൾ. ഇവിടുത്തെ പ്രത്യേകത വേറൊരു കാര്യം, ഈ ആ കുന്ന് കാണിക്കും. അവിടെയൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരവരായി തോന്നുന്നുണ്ടെങ്കിലും അത് തട്ടുകളാണ്. തട്ടുകളായിട്ട് ഭൂമിയെ തരംതിരിച്ചുകൊണ്ട് അതിനകത്താണ് ഇവരുടെ പ്രധാന കൃഷികൾ. ഉരുളക്കിഴങ്ങ്, വെള്ളുള്ളി, ചെറിയ ഉള്ളി, ബീൻസ് ഇത്യാദി സാധനങ്ങളാണ് ഇവിടെ നിന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ മെയിൻ സാധനം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വെള്ളുള്ളി ഉൽപ്പാദിക്കുന്ന സ്ഥലമാണ് പൂണ്ടി. പൂണ്ട് എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് പൂണ്ടി എന്ന് പേര് വന്നതെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അടുത്ത സ്ഥലം കാണാം.